നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനം ഭരിക്കുന്ന, അതായത് കേരള സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSU തുറന്ന് ഒരു അഭിപ്രായം പറഞ്ഞത്. KSUയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അലോഷ്യസ് സേവ്യറാണ് സർക്കാരിനെ എതിർത്തുകൊണ്ട്, VD സതീശൻ സർക്കാർ എന്ന സ്വന്തം പാർട്ടിയുടെ സർക്കാരിനെ എതിർത്തുകൊണ്ട് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനങ്ങളിൽ ചില അപാകതകളൊക്കെ ഉണ്ട് എന്ന നിലയിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിന് ശേഷം മുഖ്യമന്ത്രിയും അസ്വസ്ഥനായിരുന്നു. ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിക്കേണ്ടത് KSUവിനോട് ചോദിച്ചിട്ടാണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. എന്നാൽ KSUവിനോട് ചോദിക്കേണ്ട, അങ്ങനെയല്ല അഭിപ്രായം പറഞ്ഞത്. അതായത് അലോഷ്യസ് സേവ്യർ പറഞ്ഞത് KSUക്കാരെ തല്ലിച്ചതച്ച, കായികമായി ഉപദ്രവിച്ച ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധി ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് ജാഗ്രതയോടുകൂടി കാണേണ്ടതായിരുന്നു എന്നാണ് അലോഷ്യസ് സേവ്യർ പറഞ്ഞത്. എന്നാൽ VD സതീശൻ വിഭാഗം പറയുന്നത് KSU സംസ്ഥാന അധ്യക്ഷന് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാമായിരുന്നു. അതിനുള്ള സംവിധാനം പാർട്ടിക്കകത്തുണ്ട്, സർക്കാരിലുണ്ട്. പക്ഷേ അത് ചെയ്തില്ല. മുഖ്യമന്ത്രിയെ ആർക്ക് വേണമെങ്കിലും കാണാമെന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത് ചെയ്യാതെ പരസ്യമായി വെറും 2-3 മാസം പ്രായമുള്ള സർക്കാരിനെതിരെ ആക്രമണം നടത്തുകയാണ്. പ്രതിപക്ഷം പോലും അങ്ങനെ ഒരു ആക്രമണം നടത്തുന്നില്ല. സ്വന്തം പാളയത്തിൽ നിന്നും ഇങ്ങനെ ഒരു ആക്രമണം വന്നതിനോട് VD സതീശനോട് ഒട്ടും അനുകൂല നിലപാടല്ല. VD സതീശൻ കട്ടക്കലിപ്പിലാണ് എന്ന് ഇന്നത്തെ സംഭവത്തോടുകൂടി ഉറപ്പായിരിക്കുന്നു. അതായത് തേവര കോളേജിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം, VD സതീശനും അതുപോലെ തന്നെ ചീഫ് വിപ്പിനുമൊക്കെ സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങായിരുന്നു. മാനേജ്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങവെയാണ് അലോഷ്യസ് സേവ്യർ ഈ മുഖ്യമന്ത്രിക്ക് അരികിലേക്ക് എത്തുകയും മുഖ്യമന്ത്രിക്ക് ഒരു ഷേക്ക് ഹാൻഡ് നൽകാനും ഒക്കെ ശ്രമിച്ചത്. അദ്ദേഹം മുഖത്ത് നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കണ്ടഭാവം കാണിക്കാതെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി നടന്നു പോവുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ KSU സംസ്ഥാന അധ്യക്ഷനെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി. അത്രമാത്രം കലിപ്പ് VD സതീശനുണ്ട്. കാരണം തൻ്റെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ KSU സംസ്ഥാന അധ്യക്ഷനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു. അദ്ദേഹം അത് നടപ്പിലാക്കി. ഇതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതായത് KSU സംസ്ഥാന അധ്യക്ഷൻ സർക്കാരിനെതിരെ വിമർശനം നടത്തുന്നു. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ നേരെ മൂർച്ചയുള്ള ആയുധം പോലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനം തന്നെയായിരുന്നു. കാരണം ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിക്കുന്നത് നിയമവകുപ്പാണ്. നിയമവകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. KSU സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെ KSU സംസ്ഥാന അധ്യക്ഷനായി എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. KC വേണുഗോപാലിൻ്റെ നോമിനിയായിട്ടാണ് KSU എന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അലോഷ്യസ് സേവ്യർ എത്തുന്നത്. KSUവിൽ മാത്രമല്ല, മറ്റ് പല സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മറ്റു പല സംഘടനകളിലും വളരെ പ്രധാനപ്പെട്ട നേതൃത്വത്തെ തീരുമാനിച്ചിരിക്കുന്നത് ഈ KC വേണുഗോപാൽ തന്നെയായിരുന്നു. KC വേണുഗോപാലിന് ഈ കേരളത്തിലെ പാർട്ടി പിടിക്കാനുള്ള ദീർഘകാല പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിലമൊരുക്കിയതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ ആരാകുമെന്ന ചോദ്യത്തിൽ ഒന്നാം പേരുകാരൻ KC വേണുഗോപാലായിരുന്നു. രണ്ടാമത് മാത്രമേ ഉള്ളൂ VD സതീശൻ്റെ പേര്. മൂന്നാമത് രമേശ് ചെന്നിത്തലയുടെ പേരും വന്നു. KC വേണുഗോപാലിന് കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള പിടിപാട്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും KC വേണുഗോപാലിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സമയമായി എന്ന രാഷ്ട്രീയ വസ്തുത, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ KC വേണുഗോപാൽ ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ടത്. അതിലുപരി KC വേണുഗോപാലിന് ഈ പറയുന്ന സംഘടനാ അധ്യക്ഷന്മാരുടെയും കേരളത്തിലെ ഭൂരിഭാഗം ജയിച്ചു വന്ന MLA-മാരുടെയും പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ജനവികാരം മാനിച്ചുകൊണ്ട് എന്ന പേരിൽ VD സതീശനെ ഹൈക്കമാൻഡിന് മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഔട്ടായി പോയി. VD സതീശൻ കൃത്യമായി മുസ്ലിം ലീഗിനെ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ 100 സീറ്റ് എന്ന ഒരു പ്രവചനം, ഇത് രണ്ടും VD സതീശന് വളരെയധികം അനുഗ്രഹമായി മാറുന്നതും പിന്നീട് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതും ഒക്കെ കണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ നേർക്കുനേർ വന്നത് VD സതീശനും KC വേണുഗോപാലുമായിരുന്നു. ഭരണത്തിൻ്റെ അങ്ങോട്ടുള്ള നാളുകളിലും ഈ VD KC പോര് തുടരും എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ആ പോര് തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ്റെ സർക്കാർ വിരുദ്ധ വിമർശനവും സംസ്ഥാന അധ്യക്ഷനെ തിരിഞ്ഞു നോക്കാതെ മുഖ്യമന്ത്രിയുടെ പോക്കും. അതായത് KSU സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവ്യർ ഈ പറയുന്ന KC വേണുഗോപാൽ വിഭാഗമാണ്. KC വേണുഗോപാൽ വിഭാഗത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തന്നെയാണ്
തൻ്റെ സർക്കാരിന് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്ന് വി.ഡി. സതീശന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും വഴങ്ങുന്ന ഒരു വ്യക്തിത്വമല്ല മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റേത്. അതുകൊണ്ട് തന്നെ അതിനെ കർശനമായി തന്നെ അദ്ദേഹം നേരിടുകയാണ്. KSU സംസ്ഥാന അധ്യക്ഷനല്ല ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് എന്ന ഉറച്ച നിലപാടിൽ അദ്ദേഹം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അലോഷ്യസ് സേവ്യറിനെ പൊതുപരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടും കാണാത്ത പോലെ പോയത് വി.ഡി. സതീശൻ്റെ പ്രതികാര ബുദ്ധി തന്നെയാണ്. അത് വി.ഡി. സതീശൻ്റെ മൗനമായിട്ടുള്ള മറുപടിയാണ്. ഇന്നിപ്പോൾ അലോഷ്യസ് സേവ്യർ ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ നോക്കി ചിരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്നെ കണ്ടോ എന്നറിയില്ല. ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്, അത് ഞാൻ പറഞ്ഞു. ഇനി അങ്ങനെ പ്രതികരിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം എന്നാണ് അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചത്. മാത്രമല്ല, താൻ ചെയ്തത് തൻ്റെ പ്രവർത്തകരായ സഹപ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് എന്നാണ്. KSUക്കാരെ തല്ലിച്ചതച്ച ഒരാളെ എങ്ങനെ ഈ ഗവൺമെൻറ് ഫീഡർ നിയമനത്തിലേക്ക് കൊണ്ടുവരും എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അത് വ്യക്തിപരമായിരുന്നില്ല എന്നാണ് KSU സംസ്ഥാന അധ്യക്ഷൻ്റെ ഇന്നത്തെ വിശദീകരണം. എന്തായാലും ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. ഇത് അലോഷ്യസും അതുപോലെ വി.ഡി. സതീശനും തമ്മിലുള്ള പോരാട്ടമല്ല. ഈ ഗെയിം KC വേണുഗോപാലും അതുപോലെ തന്നെ വി.ഡി. സതീശനും തമ്മിലുള്ളതാണ്. ഭരണകാര്യങ്ങളിൽ ഈ പോര് ഇനി തടസ്സം സൃഷ്ടിക്കുമോ എന്ന് കണ്ടറിയാനിരിക്കുന്നതേയുള്ളൂ.